ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒന്നാം വർഷ ബിരുദ പ്രവേശനം FIUGPയുമായി റിലേറ്റ് ചെയ്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ ഒന്നാം വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് നിലവിൽ രജിസ്ട്രേഷൻ ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും 1/7/2024 മുതൽ 10/7/2024 വരെ പുതിയ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പുതുതായി രജിസ്റ്റർ ചെയ്യുന്നതിനായി മുമ്പായി നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു ഘട്ടത്തിൽ പരമാവധി 20 ഓപ്ഷനുകൾ വരെ നൽകാവുന്നതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പുതുതായി ഓപ്ഷൻ നൽകിയ അവർ പ്രൊഫൈലിൽ മുമ്പ് നൽകിയ ഓപ്ഷനുകൾ ക്യാൻസൽ ആക്കുന്നതാണ്. പുതിയതായി നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുകയുള്ളൂ. ഈ വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനുകൾ നൽകാത്ത പക്ഷം ഇവർ മുൻ അലോട്ട്മെൻറ്റിൽ നൽകിയ എല്ലാ ഓപ്ഷനുകളും ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതാണ്. നിലവിൽ രജിസ്ട്രേഷനുള്ള എല്ലാവർക്കും പുതിയ ഓപ്ഷനുകൾ ചേർക്കൽ, റീവാലുവേഷൻ, ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തൽ, കാറ്റഗറി മാറ്റം തുടങ്ങി എല്ലാ തിരുത്തുകൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ തുടരുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് വിവരങ്ങൾ മാത്രമേ മാർക്കിലെ വർധനവ്, സ്പെഷ്യൽ വെയിറ്റേജ് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. ഈ വിദ്യാർത്ഥികളുടെ മറ്റുള്ള തിരുത്തലുകൾക്ക് സർവകലാശാലയുമായി ബന്ധപ്പെടേണ്ടതാണ്. മുൻ അലോട്ട്മെൻറ്റുകളിൽ ഫീസ് അടയ്ക്കാത്ത അലോട്ട്മെൻറ്റ് റദ്ദായ അപേക്ഷകരും ഫീസ് അടച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളും ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാതെ അഡ്മിഷൻ നഷ്ടമായ വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം പുതിയതായി ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. ഈ വിദ്യാർത്ഥികളുടെ പുതിയതായി നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷനുകൾ ഈ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താല്പര്യമുള്ള പക്ഷം പരിഗണിക്കപ്പെടുന്നതിനേക്കായി പുതിയതായ ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. ഇനി പ്രൊഫൈലിൽ തിരുത്തൽ വരുത്തൽ, അലോട്ട്മെൻറ്റിലേക്ക് വീണ്ടും പരിഗണിക്കൽ എന്നിവ ആവശ്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും, അതായത് ഇതിനായി സർവകലാശാല അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ഒരു തീയതിക്കുള്ളിൽ തന്നെ, അതായത് 10-ാം തീയതിക്കുള്ളിൽ തന്നെ സ്വയമായി അവരവരുടെ പ്രൊഫൈലിൽ പ്രസിദ്ധ മാറ്റങ്ങൾ വരുത്തി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് താല്പര്യമുള്ള പക്ഷം ആ ഒരു ഇതിലേക്ക് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. ദെൻ തിരുത്തലുകൾ വരുത്തിക്കഴിഞ്ഞാൽ പുതിയതായി നൽകിയ ഓപ്ഷനുകൾ മാറ്റങ്ങൾ അപേക്ഷയിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിൻ്റ് ഔട്ട് തുടർ ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കേണ്ടതുമാണ്. ഇനി സ്പോർട്സ് കോട്ട അഡ്മിഷനാണ്. നിലവിൽ സ്പോർട്സ് കോട്ട രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് സ്പോർട്സ് കോട്ട അഡ്മിഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ സ്പോർട്സ് കോട്ട രജിസ്ട്രേഷൻ ഉള്ളവർക്കും സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആയ വിദ്യാർത്ഥികൾക്കും പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഒന്നാം സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് അവസാനിച്ച ശേഷവും ഒഴിവ് നിലനിൽക്കുന്ന പക്ഷം ഈ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതാണ്. ഇനി മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ. മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തി പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഔട്ടുമായി താല്പര്യമുള്ള കോളേജിൽ ഹാജരാകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിലവ് വന്നിട്ടുള്ള അപ്ഡേറ്റ്. 10-ാം തീയതി വരെയാണ് തിരുത്തലുകൾക്കായാലും പുതിയ രജിസ്ട്രേഷൻ ആയാലും എഡിറ്റിംഗ് ആയാലും കാര്യങ്ങളൊക്കെ ആയാലും നൽകിയിട്ടുള്ളത്. അപ്പോൾ 10-ാം തീയതിക്ക് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഡേറ്റ് കൺഫേം അല്ല, ഒരുപക്ഷെ 11-ാം തീയതി തന്നെ മേ ബി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരാം. അത് ഒഫീഷ്യലായിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.